കഴിഞ്ഞ 1-2 വർഷങ്ങൾക്കിടയിൽ ഒരുപാട് PSC എക്സാംസുകൾ നടന്നിട്ടുണ്ട്. എന്നാൽ ആ PSC എക്സാംസുകളൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. എന്തായിരിക്കും ആ PSC എക്സാംസ് അവർക്ക് ക്രാക്ക് ചെയ്യാൻ കഴിയാതെ പോയത് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് വെൽക്കം ടു എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ദ ബിഗസ്റ്റ് ചാലഞ്ചസ് ടു ക്രാക്ക് PSC എക്സാമിനേഷൻ എന്നുള്ളതാണ്. എന്താണ് PSC എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യുന്നതിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് വലിക്കുന്നത്? പല ആളുകളും ചിന്തിക്കുന്നത് നമ്മൾ പഠിക്കാത്തത് കൊണ്ട് മാത്രമാണ് എന്ന്. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾ പഠിക്കാത്തത് കൊണ്ട് മാത്രമല്ല, തീർച്ചയായിട്ടും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ. എങ്കിൽ പോലും PSC എക്സാംസ് ക്രാക്ക് ചെയ്യാതിരിക്കാൻ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള, അതായത് കഴിഞ്ഞ ഒരു 4 വർഷത്തിനിടയിൽ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികളെ മെന്റർ ചെയ്ത ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് എത്രത്തോളം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതിൽ റിയാലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ ലോജിക്കലായിട്ടുള്ള ഡിസിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് അസോസിയേഷൻ. ഇതെന്താണ് ഈ നെഗറ്റീവ് അസോസിയേഷൻ എന്ന് ഞാനൊന്ന് പറയാം. അതായത് PSC എക്സാംസിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അസോസിയേഷനാണ് ഈ നെഗറ്റീവ് അസോസിയേഷൻ. എന്താ ഈ നെഗറ്റീവ് അസോസിയേഷനിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ പറഞ്ഞുതരാൻ പോകുന്നത് വേക്കൻസി. ഇപ്പോൾ ഒരാൾ കാണാണ് വേക്കൻസി, ഒരു എക്സാമിൻ്റെ പോസ്റ്റിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ KCB അസിസ്റ്റന്റ് എഞ്ചിനീയർ വേക്കൻസി 6. അപ്പോൾ തന്നെ നമ്മളോട് പറഞ്ഞുതരും അതിനൊന്നും പഠിക്കേണ്ട കാര്യമില്ല, അതൊന്നും നോക്കുക വേണ്ട, അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്ന നെഗറ്റീവ് അസോസിയേഷൻ്റെ മെമ്പർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ കൂടെ അത്തരത്തിലുള്ള ആളുകളില്ലേ? അതായത് വേക്കൻസി കുറവാണെങ്കിൽ അപ്ലൈ ചെയ്യരുത് എന്ന് പറയുന്ന ആളുകൾ. അതേപോലെ പിന്നെ പറയുന്നൊരു കാര്യമാണ് ഈ PSC എക്സാംസ് ഒന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, അതിലൊക്കെ പിൻവാതിൽ നിയമനങ്ങളാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ. അതൊക്കെ എവിടെയോ റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും. എന്നിരുന്നാലും അത്തരത്തിലുള്ള കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ പറയാറുണ്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ PSC എക്സാംസിന് പഠിക്കുന്നതെന്ന്. അത്രയും ആളുകളുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങളിപ്പോൾ നോക്കിയ കഴിഞ്ഞ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ എല്ലാ ബ്രാഞ്ചസുകാരും അപ്ലൈ ചെയ്ത എക്സാമിനേഷനിൽ കൺഫർമേഷൻ കൊടുത്തപ്പോൾ വെറും 24,000 ആളുകളേ ഉള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞ് ഇതിലൊരു വലിയ രീതിയിലുള്ള ആളുകളുണ്ടോ? സോ ഇത്തരത്തിലുള്ള നെഗറ്റീവ് ന്യൂസസുകൾ തന്നെ നിങ്ങളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫ്രണ്ട്സ് സർക്കിളിൽപ്പെട്ട ആളുകളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ അത്തരം ആളുകളിൽ നിന്ന്, അത്തരം ന്യൂസുകളിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതായത് ഈ നെഗറ്റീവ് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ നെഗറ്റീവ് ടോക്ക് മാത്രമുള്ള, ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, ഈ എക്സാം നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്നൊക്കെ പറയുന്ന അത്തരം നെഗറ്റീവിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നിങ്ങളെ ഈ എക്സാംസിൽ ക്രാക്ക് ചെയ്യാൻ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കണം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അല്ലാത്ത ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനെ നിങ്ങൾ എന്ത് ചെയ്തേക്കുക? ബ്രേക്ക് ചെയ്തേക്കുക. അതർവൈസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മൈൻഡ് സെറ്റ് അവിടെ വന്നിട്ടുണ്ടാവും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഈ മൈൻഡ് സെറ്റിനെ കുറിച്ച്. അതായത് നിങ്ങൾ ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും. അതായത് ബിടെക്കിൻ്റെ മാർക്കിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഞാൻ തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഒരിക്കലും ബിടെക്കിന് പഠിക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി സ്റ്റുഡൻ്റ് അല്ല, എന്ന് മാത്രമല്ല ബാക്ക് പേപ്പേഴ്സൊക്കെ വന്നിട്ടുള്ള, എന്താ പറയുക, ആ രീതിയിൽ പഠിച്ചു വന്നിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ. അപ്പോൾ ആ രീതിയിൽ പഠിച്ചു വന്ന എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ മൈൻഡ് സെറ്റ് ആദ്യം ഉണ്ടായിരുന്നത്, ഒരു എക്സാമും ക്രാക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം വന്നു കഴിഞ്ഞാൽ അത് ക്രാക്ക് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനേക്കാൾ ഇപ്പോൾ ഒരു പക്ഷേ ഞാനെന്ന് പറയുകയാണെങ്കിൽ എന്നെക്കാൾ കൂടുതൽ ബാക്ക് പേപ്പേഴ്സൊക്കെ വാങ്ങിയിട്ടുള്ള ആളുകൾ ഇങ്ങനെ കയറി വരുന്നതും ഒരുപാട് പോസ്റ്റുകളും ജോബൊക്കെ വാങ്ങുന്നത് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു എനർജി ഇല്ല, ആ ഒരു മോട്ടിവേഷൻ ഇല്ല. അത് തന്നെയാണ് പിന്നീട് എക്സാംസുകൾക്ക് പഠിക്കാനും RRB പോലുള്ള എക്സാംസ് ക്ലിയർ ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരിക്കലും നിങ്ങൾ ബിടെക്കിന് കിട്ടിയിരിക്കുന്ന മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു എന്നുള്ളതല്ല, ഇനി നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളൊരു ജോബിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നിങ്ങൾ ബിടെക്കിന് എത്ര CGPA ഉണ്ട്, നിങ്ങൾക്ക് ബിടെക്കിന് ബാക്ക് പേപ്പർ വന്നിട്ടുണ്ടോ, അതൊന്നുമല്ല എന്ത് ചെയ്യുന്നത്, എക്സാം ക്വാളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ജോബിലേക്ക് എത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് ഈ എക്സാംസുകളൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ചിന്തയോടുകൂടി നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ആ നെഗറ്റീവ് തോട്ടോട് കൂടി നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ എക്സാം എന്നല്ല ഒരു എക്സാമും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഗേറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താ ഗേറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാമിനേഷൻ ആണ്, ഒരിക്കലും ക്രാക്ക്
ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാമിനേഷൻ ആണെന്നല്ലേ? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു നോക്കൂ. നിങ്ങൾ ആ എക്സാമിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടോ? ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നാൻ എന്താ കാരണം? നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ ന്യൂസസ് കേട്ടിരുന്നുകൊണ്ട് മാത്രമല്ലേ? കാരണം മറ്റുള്ളവർ നെഗറ്റീവ് ആയിട്ടുള്ള ന്യൂസസ് പറയുമ്പോൾ അതാണ് റിയാലിറ്റി, അതാണ് ട്രൂത്ത് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. പക്ഷെ നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സർ ഞാനിപ്പോൾ ഒരു 6 വർഷത്തൊക്കെ ഇയർ ബ്രേക്ക് എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 6 വർഷമായിട്ട് എനിക്ക് ബിടെക് സബ്ജക്റ്റുകൾ ഒന്നും ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. ഇനി ഞാൻ എക്സാമിന് പഠിച്ചാൽ കിട്ടുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയുന്ന കാര്യം ഉറപ്പായിട്ടും കിട്ടും. കാരണം കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ തന്നെ ഒരു സ്റ്റുഡന്റ് കഴിഞ്ഞ തവണ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എക്സാമിൽ 4ാം റാങ്ക് വാങ്ങിയ ഒരു ഉദ്യോഗാർത്ഥിന്റെ നിദാസലാം ഒരുപാട് ഇയർ ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് ആ സ്റ്റുഡന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ പോസ്റ്റിൽ 4ാം റാങ്കിലേക്കൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അത്തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പൊ എന്താണ് വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ, ഇയർ ഗ്യാപ്പ് എടുത്തോ എന്നാ പഠിക്കാൻ പറ്റൂല എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു നെഗറ്റീവ് അസോസിയേഷൻ മെമ്പർ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സോ അതാണ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യേണ്ടത്, ബ്രേക്ക് ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നമുക്കതൊന്നും വലിയ പ്രശ്നമാവില്ല എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ അതിൽ എക്സെപ്ഷൻ ആണ് എന്നുള്ള രീതിയിൽ. ഇപ്പം ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു വേക്കൻസി കുറവായതുകൊണ്ട് അപ്ലൈ ചെയ്യരുത് എന്ന് പറഞ്ഞ നിങ്ങളുടെ സുഹൃത്ത് ഉണ്ടാവുന്നില്ലേ? എന്നാൽ ഒരു വേക്കൻസി ആണെങ്കിൽ പോലും അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. കാരണം ഒരു വേക്കൻസി ആണെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ മൈൻഡ് സെറ്റ് തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ കോമ്പറ്റീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഇനി 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇൻകൺസിസ്റ്റൻസിയാണ്. അതായത് സംഭവം നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സും പ്രോസസ്സും ഒക്കെ ഉണ്ടാവും, എന്നിരുന്നാലും നിങ്ങൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവില്ല. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു എക്സാമിന്, ഒരു PSC എക്സാമിന് വേണ്ടി പഠിക്കാൻ തയ്യാറായി നിന്നു. എ എന്ന് പറഞ്ഞ ഒരാൾ പഠിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. അങ്ങനെ പഠിച്ചു തുടങ്ങി ഒരു 1 month ഒക്കെ ആയ സമയത്ത് ആൾക്ക് തോന്നുകയാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് എടുക്കണം എന്നുള്ളത്. ചിലപ്പോൾ ആ ബ്രേക്ക് 1-2 ദിവസം ആയാലും അതൊരു പ്രശ്നമല്ല. എന്നാൽ 1 ആഴ്ച 2 ആഴ്ച 1 മാസമൊക്കെ അങ്ങ് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രാക്കിൽ നിന്ന് മാറിപ്പോവാണല്ലേ? സോ ആ ഒരു ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒരുപാട് ഉദ്യോഗാർത്ഥികളിലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആ ഇൻകൺസിസ്റ്റൻസിക്ക് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ട്രാക്ക് കറക്റ്റ് അല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെന്റർ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ആ ഒരു സെൽഫ് മോട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ട്. സോ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഉള്ളിലൊരു സെൽഫ് മോട്ടിവേഷൻ ഉണ്ടാവണം. നിങ്ങൾക്ക് ഒരു ജോബ് എന്തിനു വേണം? വെറുതെ ഒരു ജോബ് എന്നുള്ള രീതിയിൽ ആയിരിക്കരുത് നിങ്ങൾ കാണേണ്ടത്. എന്തെങ്കിലും ഒരു ഡിറ്റർമിനേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. എനിക്ക് എന്തിനാണ് ജോബ് എന്നുള്ള ആ ചിന്ത നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റെല്ലാ കാര്യങ്ങളെയും മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും നിങ്ങൾ എന്ത് ചെയ്യും, അവോയ്ഡ് ചെയ്യാനും റൈറ്റ് ട്രാക്കിൽ നിങ്ങളെ കൊണ്ടുപോകാനും ഹെൽപ്പ് ചെയ്യും. സോ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ എക്സാമിലെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ ഈ എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഒരാളെന്ന് പറയുന്നത് റൈറ്റ് മെൻറ്റർ തന്നെയായിരിക്കും. അതായത് ഒരുപക്ഷെ ആ മെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, ഓൾറെഡി ആ ജോലിയിൽ കയറിയിട്ടുള്ള ഒരാളായിരിക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു മെൻറ്റർ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് RRB എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുള്ള എൻ്റെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് തീർച്ചയായിട്ടും എക്സാംസ് ക്രാക്ക് ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സോ അത്തരത്തിലുള്ള മെൻറ്റേഴ്സിനെ നിങ്ങൾ കണ്ടെത്തുക. ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ ഇഷ്ടംപോലെ മെൻറ്റേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ. സോ അത്തരത്തിലുള്ള മെൻറ്റേഴ്സ് നിങ്ങൾക്ക് മുമ്പിൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഡിസ്ട്രാക്ഷൻസ് വരുന്ന സമയത്ത് അതിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങളെ ഈ മേഖലയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രാപ്തരാക്കുന്ന ആളുകളായിരിക്കും അത്തരം മെന്റേഴ്സ് ആയിട്ട് വരിക. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചലഞ്ചസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആക്കി എടുത്തുകൊണ്ട് ഏറ്റവും മികച്ച വിജയം കേരള PSC എക്സാംസിലാണെങ്കിലും റെയിൽവേ എക്സാംസിലാണെങ്കിലും നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ, ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ 1000-ലധികം ഉദ്യോഗാർത്ഥികളെ സർക്കാർ ഗവൺമെന്റ് സർവീസിലേക്ക് എത്തിക്കാൻ നമ്മുടെ എൻട്രി ടെക്നിക്കൽ പ്ലാറ്റ്ഫോമിന് കഴിഞ്ഞിട്ടുണ്ട്. സോ അതേ എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്, നിങ്ങൾ ഓരോരുത്തർക്കും ക്രാക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ചെയ്യുക എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതും ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നിങ്ങളാണ് ആദ്യം ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ആ ഡിസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ റൈറ്റ് ട്രാക്കിലേക്ക് എത്തിക്കാൻ ഞങ്ങളും തയ്യാറാണ്, എൻട്രിയുടെ ടീം തയ്യാറാണ്. സോ എൻട്രിയുടെ നിങ്ങൾ ഏത് കോഴ്സസ് ആണെങ്കിലും, ടെക്നിക്കൽ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, മെക്കാനിക്കൽ ആയിക്കോട്ടെ, സിവിൽ ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഏത് ബ്രാഞ്ചസിലുള്ള ആളാണെങ്കിലും നിങ്ങൾ ഈ PSC ക്രാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് പ്ലാറ്റ്ഫോം ആയിരിക്കും എൻട്രിയുടെ ടെക്നിക്കൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻട്രി ആപ്പ് എന്ന് പറയുന്നത്. സോ ഏത് കോഴ്സസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിലും താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ എക്സിക്യൂട്ടീവ് നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ വിജയത്തിന് വേണ്ടി കൃത്യമായിട്ട് ശ്രമിക്കുക, നല്ല വിജയങ്ങൾ കരസ്ഥമാക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.